മതിരിക ഗുണസക്ത ബന്ധകൃത്തേഷ്വസക്ത ത്വമൃതകൃതുപരുന്ധേ ഭക്തിയോഗസ്തു സക്രിം മഹദനുഗമലഭ്യ ഭക്തിരേവാത്ര സാധ്യ കപിലതനുരിതി ത്വം ദേവഹൂത്യൈന്യഗ. ഗുണസക്തമാണ്. ഈ ഗുണമാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത്. എന്താണ് ഗുണങ്ങൾ? എന്താണ് ഗുണങ്ങൾ? ഇപ്പോഴും അറിയില്ല എന്താ ഗുണമെന്ന്. 3 ഗുണമുള്ളൂ: സത്വം, രജസ്, തമസ്. ഇതല്ലാണ്ട് ലോകത്ത് ഒന്നും ഇല്ല. സത്വം, രജസ്, തമസ്. ഇതാരു പുസ്തകം. ഈ പുസ്തകം നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇതുണ്ടാക്കിയിട്ടുള്ള പേപ്പർ, ഇതുകൊണ്ടാണല്ലോ ഈ പുസ്തകം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ പുസ്തകത്തിൽ എന്താ ഉള്ളൂ? ഈ കടലാസ് മാത്രമേ ഉള്ളൂ. ഇതല്ലാതെ പുസ്തകത്തിൽ വേറൊന്നും ഇല്ല. അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കണം. അതെ, ആ കടലാസ് ഉണ്ടല്ലോ, ഭൗതികമായിട്ടുള്ള വസ്തു ഇതുണ്ടാക്കിയത്, അതാണ് ഇതിന്റെ തമസ്. ഇതിന്റെ തമസ് എന്താ? ഈ കാണുന്ന ഭൗതികമായിട്ടുള്ള വസ്തു ഉണ്ടല്ലോ, കടലാസ്, അതാണ് അതിന്റെ തമസ്. പിന്നെ എവിടെ ഇതിൽ ബാക്കിയൊന്നും കാണാനില്ല. ഉണ്ടാ ഇപ്പൊ രജസ് തമസൊന്നും ഇല്ല എന്നാണോ? ഇല്ലേ? ഉണ്ടോ? രജസ് ഉണ്ട്. ഇത് പുസ്തകമാണ് അല്ലേ, വെറും കടലാസല്ല. അപ്പൊ അതിനൊരാകൃതിയുണ്ട്, അതിന് കുറെ പേജുകളുണ്ട്, അതിനൊരു നിറമുണ്ട്, അതിൽ എഴുതിയിട്ടുണ്ട്. കണ്ടോ? ഇതൊക്കെ നമ്മൾ അതിൻ്റെ രൂപങ്ങൾ, ഭാവങ്ങൾ, നെയിംസ് ആൻഡ് ഫോംസ്, ഇതാണ് അതിൻ്റെ രജോ ഗുണം എന്ന് പറയുന്നത്. അതിൻ്റെ വർണ്ണം, അതിൻ്റെ രൂപം, അതിൻ്റെ ബാക്കി അതിനോട് ബന്ധപ്പെട്ട, ഈ കടലാസിനോട് ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളുണ്ടല്ലോ അതൊരു പുസ്തകമാക്കാൻ, അതാണ് അതിൻ്റെ രജസ്. അപ്പോഴും കഴിഞ്ഞില്ലേ? പിന്നെ എന്താ അതിലുള്ളത്? വേറൊന്നുമില്ല. സത്യം എവിടെ? ഇത് പുസ്തകമായിട്ട് അത് പ്രകാശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കത് മനസ്സിലാവണതേ. കടലാസായിട്ടുമല്ല ഭാസിക്കുന്നത്. നാരായണീയം എന്നുള്ള പുസ്തകം ആരോട് ചോദിച്ചാലും പറയും അല്ലേ? അപ്പൊ അത് നാരായണീയം എന്നുള്ള പുസ്തകമായിട്ട് അതിനൊരു പ്രകാശം വരുന്നുണ്ട്. ആ പ്രകാശമാണ് അതിൻ്റെ സത്വം. അട്ടേടാ. അപ്പൊ സത്വം, രജസ്സും തമസ്സും കൂടി പ്രവർത്തിക്കുമ്പോഴാണ് നമുക്കിതൊരു പുസ്തകമായിട്ട് അറിയുന്നത്. ലോകത്തിൽ എന്ത് വസ്തുവിലും ഉള്ളതാണ് ഈ 3 ഗുണങ്ങൾ. ജഡമായിരിക്കുന്ന ഈ പുസ്തകത്തിലുള്ള ഗുണമാണ് സത്വം, രജസ്, തമസ്. ഇത് തന്നെയാണ് മനസ്സുകൊണ്ട് ഗ്രഹിക്കുന്നത്. അപ്പൊ മനസ്സുകൊണ്ട് ഇത് ഗ്രഹിക്കണമെങ്കിൽ മനസ്സിൽ എന്ത് വേണം? ഇതേ ഗുണങ്ങൾ മനസ്സിൽ വേണം. ഒരു പുസ്തകത്തിനെ ഗ്രഹിക്കുമ്പോൾ ആ പുസ്തകത്തിന്റെ 3 ഗുണങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പൊ മനസ്സ് ത്രിഗുണാത്മകമാണ്. അതുകൊണ്ട് ത്രിഗുണാത്മകമായ ഇതിനെ മനസ്സ് ഗ്രഹിക്കുന്നു. സാത്വികവും രാജസവും താമസവുമാണ് മനസ്സ്. ഇതെല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അത് ചില സമയത്ത് സത്വം അധികമായിട്ടും, ചില സമയത്ത് രജസ് അധികമായിട്ടും, ചില സമയത്ത് തമസ് അധികമായിട്ടുമാണ് മനസ്സിന്റെ പ്രവൃത്തി. ദേഷ്യം വന്ന സമയത്ത് വളരെ സത്വനാണ് എന്നല്ലല്ലോ. ദേഷ്യം വന്ന സമയത്ത് എന്താ? രാജസമായിരിക്കും. ദുഷ്ടവിചാരങ്ങൾ, നീചമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുമ്പോഴോ താമസികമാണ്. ഈശ്വര വിചാരത്തെ ചെയ്യുമ്പോഴോ സാത്വികമാണ്. ഒരേ മനസ്സിൻ്റെ പല ഭാവങ്ങൾ, ദ ഡിഫറെന്റ് എക്സ്പ്രഷൻ ഓഫ് ദി സെയിം മൈൻഡ്. ഒരേ മനസ്സിന്റെ വിവിധ ഭാവങ്ങളാണത്. അപ്പോ ഗുണങ്ങളല്ല ഏത്? മനസ്സ്. മനസ്സിന്റെ ഗുണങ്ങളാണ് സത്വം, രജസും, തമസും. അപ്പൊ അതിൽ നിന്ന് ഭിന്നമാണ് മനസ്സ്. ആ മനസ്സ് എന്താണ് അതിൽ നിന്ന് ഭിന്നമായിട്ടുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഈ 3 ഗുണങ്ങളുമല്ലാതെ എന്താണോ നമ്മളെ അറിയിക്കുന്നത് അതാണ് മനസ്സ്. അതിന് ചിത്തം എന്ന് പേര് പറയും. ഈ 3 ഗുണങ്ങളോട് ചിത്തം ചേരുമ്പോഴാണ് അത് മനസ്സാകുന്നത്.
മനസ്സിലാണ് വൃത്തികൾ പ്രത്യക്ഷപ്പെടുന്നത്. ആ 3 ഗുണങ്ങളെ അതിൽ നിന്ന് മാറ്റിയാൽ ചിത്തമാണ്, ആ ചിത്തത്തിലാണ് നിർഗുണമായിരിക്കുന്ന ആത്മാവ് പ്രതിബിംബിക്കുന്നത്. അപ്പൊ എന്താ പറഞ്ഞ പോലെ ഗുണസക്ത ബന്ധകൾ, ഗുണസക്തമാണ് മനസ്സെന്ന് വെച്ചാലോ ബന്ധിപ്പിക്കുന്നു കൊണ്ടുപോയിട്ട്. അതേസമയത്ത് തേഷ്വസക്താത്വ അമൃതകൾ, അതിൽ അസക്തനാണെങ്കിലോ അമൃതകൃത്താണ് എന്നാ പറയുന്നത്. അമൃതത്തെ ചെയ്യുന്നതാണ് ഇവിടെ. അമൃതം എന്നുള്ള പദത്തിന് മോക്ഷം തന്നെ അർത്ഥം. ഇപ്പൊ ഈ മനസ്സ് ഇന്ന് വിട്ടിട്ട് അതിൻ്റെ അടിത്തട്ടിൽ ആ 3 ഗുണങ്ങളെ ഒഴിവാക്കി അറിയുന്നതായിട്ടുള്ള മനസ്സുണ്ടല്ലോ, ഏതുപോലെ സിനിമ കാണാനിരിക്കുമ്പോൾ ആ സ്ക്രീൻ ഉണ്ടല്ലോ, അത് വെള്ളയാണ് അല്ലേ? ആ സ്ക്രീനിലാണ് ഈ ഗുണങ്ങൾ പ്രതിബിംബിക്കുന്നത്. നമ്മൾ ലൈറ്റ് ഇട്ടാൽ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ തുടങ്ങി അടി ഇടി എന്തൊക്കെ കുത്ത് തല്ല്. ഇപ്പൊ നമ്മുടെ മനസ്സ് എവിടെയാ സക്തം? മനസ്സ് സ്ക്രീനിലാണോ സക്തം, അതോ ഈ കാണുന്ന ഗുണങ്ങളിലാണോ സക്തം? അപ്പൊ നമുക്ക് ആ വികാരങ്ങൾ മുഴുവൻ നമ്മുടെ മനസ്സിലുണ്ടാവും. എന്തൊക്കെയാണോ ആ ചിത്രങ്ങൾ മുമ്പ് കൂടെ പോകുന്നത്, മായ ഒന്ന് വരുന്നു, വേറൊന്ന് വരുന്നു, അത് പോകുന്നു, വേറൊന്ന് വരുന്നു, ചിത്രങ്ങൾ മാറി മാറി വരുന്നു, നമ്മുടെ മനസ്സിലെ ചിത്രങ്ങൾ മാറി മാറി വരുന്നു, ഭാവങ്ങൾ മാറി മാറി വരുന്നു, സത്യരജസ്തമങ്ങൾ മാറി മാറി വരുന്നു. ഇതിൽ സത്യം എന്താണ്? സ്വിച്ച് ഓഫ് ചെയ്തറിയാം. എവിടെ അത് പ്രതിബിംബിക്കുന്നത്? അതിനൊരു ക്യാൻവാസ് വേണം. ആ ക്യാൻവാസ് വെള്ളേനെയാണ്. ഒരു സ്ക്രീൻ, വെളുത്തൊരു സ്ക്രീൻ. ആദ്യം ചെന്നിരിക്കുമ്പോൾ കണ്ടിരിക്കുന്ന അതേ സ്ക്രീൻ തന്നെ അവസാനം ആ സ്ക്രീനിലാണ് ഈ കളി മുന്നുണ്ടായത്. അത് ഓഫ് ചെയ്തപ്പോൾ ആ കളിയൊന്നുമില്ല ഇതിൽ. അതൊക്കെ എന്തായിരുന്നു ആ കളിയൊക്കെ? സ്വപ്നത്തിൽ കണ്ട പോലെയുള്ളൂ, മായയാണ്. അതുപോലെയാണ് ചിത്തം. ആ ചിത്രത്തിൽ ഈ കളികളാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സിനിമ കാണുമ്പോൾ കളിക്കുന്ന പോലെയാണ് ഈ ബന്ധകൾ, ഗുണങ്ങൾ കിടന്ന് കളിക്കുകയാണ്. അത് നമ്മളതിൽ ബന്ധിപ്പിക്കുകയാണ്. നമ്മുടെ മനസ്സത് ആ സിനിമയിൽ ബന്ധിച്ചു കഴിഞ്ഞു. ആ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്യാനാണ് പറയുന്നത്. ആ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ കറണ്ട് പോട്ടെ. അപ്പോഴോ തേഷ്വസക്ത, ഇത് ചിത്രം കാണാനില്ല. ആ ചിത്രത്തില് അസക്തനായി, ഒന്നുമില്ല അവിടെ, ഫിലിമില്ല, ഒന്നുമില്ല. തേഷ്വസക്ത അമൃതകൾ, അവിടെയാണ് അമൃതം. ആ അടുത്ത സ്ക്രീനിലാണ് ഏതിൻ്റെ? ആത്മാവിൻ്റെ പ്രതിബിംബം ഉണ്ടാവുന്നത്. മനസ്സ് അങ്ങോട്ട് പോയാൽ വിഷയബന്ധം, ഇങ്ങോട്ട് പോയാൽ ആത്മബന്ധം. ഇത് അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന സാധനമാണ് ഈ മനസ്സ്. ഇതിന് അതാ പോയി പുറത്തേക്ക്, ഇതാ പോയി ഉള്ളിലേക്ക്. ഏതാ വേണ്ടത്? പുറത്തേക്ക് നോക്കുമ്പോൾ വിഷയങ്ങളിൽ ബന്ധമാണ്, വിഷയങ്ങളിൽ രാഗം വരുന്നു. ഉള്ളിലേക്ക് വരുമ്പോഴോ ആ വിഷയങ്ങളെ വിട്ട് മനസ്സ് അതിൻ്റെ സ്വസ്ഥിതിയെ പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത്. മനസ്സ് എവിടെ നിന്നുണ്ടായോ അതിനെ തന്നെ മനസ്സ് പ്രാപിക്കുന്നു. അത് ആത്മവിഷയമാണ്. ആ പുരുഷനെ തന്നെ പ്രാപിക്കുന്നു. അതാണ് ധ്യാനം. കണ്ണടയ്ക്കാനാ പറഞ്ഞത്. കണ്ണടയ്ക്കാൻ പറഞ്ഞ കണ്ണ് മാത്രം അടയ്ക്കാനല്ല പറഞ്ഞ ധ്യാനത്തില്, എല്ലാ ഇന്ദ്രിയങ്ങളെയും അടയ്ക്കാനാ പറഞ്ഞത്. അപ്പൊ എന്താ? വിഷയങ്ങളിൽ നിന്ന് മനസ്സ് മാറിപ്പോകും. പരിശീലിക്കില്ലേ ഇത്? അതാണ് വേണ്ടത്. നമ്മൾ വിഷയങ്ങൾ ബന്ധിക്കുമ്പോൾ നമുക്ക് വിഷയങ്ങളെ ഒഴിവാക്കാൻ പറ്റില്ല. മനുഷ്യനായിട്ട് ജനിച്ചു, കർമ്മവാസനകളുണ്ട്. ഇതുണ്ടെങ്കിലും നമ്മളാൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്നറിയൂ? നമ്മൾ വിഷയങ്ങൾ ബന്ധിതരാകുമ്പോൾ വിഷയങ്ങൾ കിടന്ന് മുങ്ങിപ്പൊങ്ങാതെ സമുദ്രത്തിൽ വീണ പോലെ, അതാണ് ലോകം എന്നാ പറയുന്നത്. സംസാര സാഗരമാണ്, അതിൽ മുങ്ങിപ്പൊങ്ങാണ്. സംസാരമാം സാഗരത്തിൽ അംസാന്തം മുങ്ങുലാസഖേ. സംസാര സാഗരത്തിൽ നിന്ന് മുങ്ങിപ്പൊങ്ങും. ആ മുങ്ങിപ്പൊങ്ങുന്ന സമയത്ത് അങ്ങനെയല്ല വേണ്ടതെന്നാണ്. നമ്മൾ വിഷയങ്ങളിൽ ബന്ധിതരാണെങ്കിലും കർമ്മത്തിൽ ബന്ധിതരാണെങ്കിലും ആ കർമ്മത്തിനെ മാറി നിന്ന് നോക്കാൻ സാധിക്കും. ഇങ്ങനെ അതൊന്ന് വിട്ടു നിന്ന് നോക്കാൻ സാധിക്കുക എന്നാണ്. നമുക്കൊരു ദുഃഖം വരുന്നു. ദുഃഖം വരുമ്പോൾ നമ്മൾ വാവിട്ട് കരയും. വീട്ടിലൊരു മരണം സംഭവിക്കുന്നു, ഉറക്കെ കരയാണ് ബന്ധുക്കൾ, മക്കളും അല്ലേ, എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ അടുത്ത വീട്ടിലാൾ വരുന്നത്.
സമാധാനിപ്പിക്കുക. എന്തിനാ കരയണം? മനുഷ്യാവസ്ഥയല്ലേ. വലിയ വലിയ സാഹിത്യങ്ങളും ഫിലോസഫിയും ഒക്കെ പറയും. അപ്പോൾ നമുക്ക് ചെറിയൊരു ആശ്വാസം ഉണ്ടാവും ചിലർക്ക്, അല്ലേ? ഇതേ സംഭവം അടുത്ത വീട്ടിൽ അതേ ആൾക്കാരായാലോ, അയാൾ കാര്യം നമ്മൾ അവിടെ പോകും. ഇതിലെന്താ വ്യത്യാസം? നമ്മുടെ വീട്ടിൽ നടക്കുമ്പോൾ നമ്മളതിൽ ബന്ധിതനാണ്, നമ്മുടെ മനസ്സതിൽ ശക്തമാണ്. മറ്റേ വീട്ടിലെ ആൾ വരുമ്പോൾ ആ ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ മൂന്നാമതാളായിട്ട് നോക്കി നിന്ന് കാണുകയാണ് വിഷയങ്ങളെ നടത്തും. അയാൾ വെറും സാക്ഷിയാണ്, അവിടെ ബന്ധമില്ലാതെ കാണും. ഇതേ അവസ്ഥ നമുക്ക് വരാണ് അടുത്ത വീട്ടിൽ മരണം സംഭവിക്കുമ്പോൾ. അപ്പോൾ നമ്മളുടെ അനുഭവത്തിൽ നമ്മൾ അടുത്ത വീട്ടിലെ ആളാവണം. പറഞ്ഞു മനസ്സിലായോ? നമുക്കൊരു സംഭവം വരുമ്പോൾ മനുഷ്യാവസ്ഥയാണ്, പെട്ടെന്ന് നമുക്കൊരു വികാരങ്ങൾ വരും, അതെല്ലാവർക്കും വരും. അത് കഴിഞ്ഞാൽ അതുകൊണ്ട് പോലും അതവിടെ അവസാനിപ്പിക്കുക. നമ്മളതൊന്ന് വേറിട്ട് നിൽക്കുക, മൂന്നാമതൊരാളായിട്ട് അതിനെ നോക്കി കാണാതാവുക. ഇങ്ങനെയാണ് എന്ത് പരിശീലിക്കുക? വൈരാഗ്യത്തെ പരിശീലിക്കുക. നമ്മൾ പരിശീലിക്കുന്ന വൈരാഗ്യതല്ല, അത് വൈരമാണ്. എന്താണ്? മറ്റുള്ളവനെ കണ്ടുകൂടായ, അയാളോടുള്ള ശത്രുത, നന്നായാൽ നമുക്ക് അസൂയ, ഇതെല്ലാം വൈരമാണ്, വൈരാഗ്യമല്ല. നമ്മളാ പദം തെറ്റി ഉപയോഗിക്കുന്നതാണ്. ഇങ്ങനെ പരിശീലിക്കേണ്ടതാണത്. അപ്പോൾ ഈ ഗുണങ്ങളെ പറ്റി പറയുമ്പോൾ ഗുണങ്ങളിൽ സത്വഗുണം ഏറ്റവും സുന്ദരമാണ്. സത്വം രജസ്തമൈതി ഗുണാ പ്രകൃതി സംഭവാഹ നിബധ്നന്തി മഹാബാഹോ ദേഹേ ദേഹിനമവ്യയം. എവിടെ പറയുന്നു? ഭഗവത്ഗീതയിൽ. സത്വം രജസ്തമൈതി ഗുണാഹ, 3 ഗുണങ്ങളാണ്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. പ്രകൃതി സംഭവാഹ, ഇതെവിടെ നിന്നുണ്ടായി? പ്രകൃതിയിൽ നിന്നുണ്ടായി. എൻ്റെ പ്രകൃതി ത്രിഗുണാത്മകമാണ്. ഭഗവാൻ പറയുന്നു ഭഗവത്ഗീതയിൽ, പ്രകൃതി എൻ്റേതാണ്, എൻ്റെ ശക്തിയാണ് പ്രകൃതി, ഞാനല്ല പ്രകൃതി. അതാണ് വ്യത്യാസം. അതാണ് ദ്വൈതാവാൻ കാരണം. ഞാനല്ല പ്രകൃതി, ഞാനല്ല ഗുണങ്ങൾ, എൻ്റെ ശക്തിയാണ് പ്രകൃതി, അത് എൻ്റേതാണ്, ഞാനല്ല. എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഞാനല്ലല്ലോ, എൻ്റെ വസ്ത്രം എന്ന് പറഞ്ഞാൽ ഞാനല്ലല്ലോ, എൻ്റെ ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനല്ലല്ലോ, എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഞാനല്ലല്ലോ, എൻ്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ ഞാനല്ലല്ലോ, എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഞാനല്ലോ, എൻ്റെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഞാനല്ലോ, എൻ്റെ പെണ്ണ് എന്ന് പറഞ്ഞാൽ ഞാനല്ല. ഇതൊന്നും ഞാനല്ല. ഞാൻ ഇതിൻ്റെ എല്ലാം ആരാണ്? പൊസസ്സർ. ഇതെല്ലാം എൻ്റേതാണ്.